അവിടെ പോലും നാരായണ ഗുരുദേവൻ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല ഒരു ഫിലോസഫറായിട്ട്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്ന് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞാൻ പഠിച്ചു വന്നിരിക്കുന്ന സാമൂഹ്യ പാഠങ്ങളിലെല്ലാം സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സാമൂഹ്യ പരിഷ്കർത്താവെന്ന രീതിയിൽ എനിക്ക് നോക്കേണ്ട ആവശ്യം നാരായണ ഗുരുദേവനെ വന്നിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഒരാൾക്കും നാരായണ ഗുരുദേവൻ ആരാണെന്ന് അറിയാനുള്ള ഒരു ഉപാധിയുമില്ല. നിങ്ങൾ വല്ല ലൈബ്രറിയിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം നമ്മൾ പോയാൽ ഒരു പക്ഷേ കിട്ടുമായിരിക്കും. ഈ അടുത്ത കാലത്താണ് ഞാൻ നാരായണ ഗുരുദേവൻ്റെ സ്പെസിഫിക് സബ്ജക്റ്റുകളിലേക്ക് നോക്കുന്നത്. എന്തുകൊണ്ട് കണ്ടില്ല ഇത്രയധികം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് നടന്നിട്ടും കേരളത്തിൽ ഇതേപോലെ ഈ ശങ്കരന് ഈക്വലൻ്റ് ആയിട്ട് ആചാര്യസ്വാമികൾക്ക് ഈക്വലൻ്റ് ആയിട്ട് പറയാൻ പറ്റുന്ന ഒരാളുണ്ടായിട്ടും വ്യക്തിഗതമായിട്ട് സംസ്കൃത വിദ്യാർത്ഥികൾ പറയാം, ഐ ആം ഷെയിം ഓൺ മൈസെൽഫ്. ഞാൻ FBയിൽ എഴുതുകയും ചെയ്തു. ആദ്യമായിട്ട് സ്വയം കാണാൻ എനിക്ക് എന്നോട് തോന്നുന്ന ഒരു സമയമാണ് നാരായണ ഗുരുദേവൻ. ഇത്ര യോഗ്യനായ ഒരാളുണ്ടായിട്ടും 46 വയസ്സായ എൻ്റെ മുമ്പിലേക്ക് ഒരു ഗുരുനാഥൻ പോലും ഇത് ഇത്ര യോഗ്യനാണെന്ന് കാണിക്കാൻ ഒരാൾ പോലും മുൻപിലേക്ക് വന്നിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. നമ്മളുടെ കുറവാണ്. നമ്മളുടെ നാട്ടിൽ ജനിച്ച സാധാരണക്കാരനായ ഒരു മുണ്ട് എടുത്തുകൊണ്ട് നടന്ന മനുഷ്യൻ ഇത്രമാത്രം യോഗ്യന ശാസ്ത്രത്തിൽ ഇതേപോലെ ഗ്രന്ഥം രചിച്ച വേറെ ആളുണ്ടാവില്ല എന്ന് അട്ടിവരായിട്ട് പറയാം കേരളത്തിൽ. ഞാൻ എന്തുകൊണ്ട് അത്ഭുതം എന്ന് പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവർക്കും നമുക്കൊരു ആചാര്യൻ്റെ സ്മരണ കൊടുക്കാറുണ്ട്. ഇപ്പം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ശാസ്ത്രത്തിൽ നാരായണീയ ദിവസം, നാരായണീയ ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൃതിയിൽ. പക്ഷേ അതിനേക്കാട്ടിലും ഒരു ഈക്വലൻ്റായിട്ട് 500 പുസ്തകങ്ങളോളം എഴുതിയിരിക്കുന്ന നാരായണ ഗുരുദേവന് ഇന്നൊരു സ്മൃതി ദിനത്തിൽ ഈ രീതിയിലൊരു നാരായണ ഗുരുദേവൻ്റെ ശാസ്ത്ര എന്ന് പറഞ്ഞ് പഠനം എന്നും പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല. ദേവിയെ കിട്ടാൻ എവിടെയെങ്കിലും ഇരുന്ന് ജപിച്ചാൽ മതി. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഹിമാലയത്തിലോ വീട്ടിലോ എവിടെ വേണമെങ്കിലും ഇരുന്ന് ജപിച്ചാൽ മതി. പക്ഷേ ഒരു ഗുരുനാഥൻ്റെ മുമ്പിലേക്ക് ഈ വ്യക്തി വന്നിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പാത വേണം. ഈ ജ്ഞാന പാരമ്പര്യത്തിൻ്റെ തുടർച്ചയായിട്ട് എല്ലാ കാലത്തും നമുക്ക് ഗുരുക്കന്മാരുണ്ടായിട്ടുണ്ട്. ഓരോ കാലത്തിനും ദേശത്തിനും അനുസൃതമായിട്ട് ആ കാലഘട്ടത്തിനോട് സംസാരിക്കാനുള്ള ഭാഷയുമായിട്ട് ഗുരുക്കന്മാരെത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണുന്നൊരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരുക്കന്മാരുടെ താരതമ്യ പഠനം, ആരേക്കാൾ കേമനാണ്, പുതിയ ഇപ്പോൾ തമിഴ്നാട്ടിലുള്ള ഗുരുവാണോ നല്ലത്, ബാംഗ്ലൂരിലുള്ള ഗുരുവാണോ നല്ലത്, കൊല്ലത്തുള്ള ഗുരുവാണോ നല്ലത് എന്നുള്ള നിലയ്ക്ക് ഒരു കോമ്പറ്റീഷൻ്റെ സ്വഭാവത്തിൽ ആളുകൾ ചർച്ച ചെയ്യാണ്. എങ്ങനെയാണ് ഗുരുക്കന്മാരെ നമ്മൾ വിലയിരുത്തേണ്ടത്? എങ്ങനെയാണ് അവരെ നമ്മുടെ ഇതിൽ ഏതാണ് നല്ലത്? ഇപ്പോൾ ഒരു ചോയ്സ് പോലെയാണ് നമ്മൾ എടുക്കാൻ നോക്കുന്നത്. എവിടെയാണ് ഈ ഗുരുത്വം അല്ലെങ്കിൽ ഗുരുക്കന്മാരെ പ്ലേസ് ചെയ്യേണ്ടത്? ശരിക്കും ഞങ്ങളെല്ലാം ഇപ്പോൾ പാരമ്പര്യത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ പറയാറുണ്ട്. സാധാരണ ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞാൻ മൈസൂർ വർക്ക് ചെയ്യുമ്പോൾ 2 കുട്ടികൾ പഠിക്കാൻ വന്നു. അപ്പോൾ ഒരു പഠിക്കാൻ വന്നു കഴിഞ്ഞ് എൻ്റെ റൂമിലേക്ക് കയറി എൻ്റെ ഒരാൾ റെഫർ ചെയ്തതാണ്. അകത്ത് കയറി കഴിഞ്ഞ് ഇരുത്തി ചായ കൊടുത്തു. അകത്തേക്ക് എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ ഫസ്റ്റ് പറഞ്ഞു, എനിക്ക് ഈ വിഷയത്തിലൊക്കെ എനിക്ക് ഇന്ന വിഷയം പഠിക്കണം എന്ന് പറഞ്ഞു. എനിക്ക് എന്നെ ഇത് പഠിപ്പിച്ചാൽ മതി. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് മൈസൂർ കാണുമെന്ന് പറഞ്ഞു. പിന്നത്തെ ദിവസം ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് പറഞ്ഞു, യു ക്യാൻ മൂവ് ബാക്ക്. എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു, നിങ്ങൾക്ക് ശാസ്ത്രം പഠിക്കാം എന്നുള്ളത് പറയാം, നിങ്ങളുടെ അടിസ്ഥാന സിദ്ധാന്തം എന്താണെന്നും പറയാം, എന്ത് പഠിപ്പിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഗുരുനാഥനാണ്. നിങ്ങൾക്ക് കുറച്ച് ദിവസം നിൽക്കണമെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കാം, അറിയണമല്ലോ പാരസ്പര്യത്തിന്, അതിന് നിൽക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഗുരുനാഥൻ്റെ അടുത്ത് ഇന്നത് വേണമെന്ന് പറയാനുള്ള അവകാശം നിങ്ങൾക്കില്ല. നമ്പർ 1. കാര്യം അദ്ദേഹമാണ് നിശ്ചയിക്കുന്നത്, നിങ്ങൾക്ക് അർഹതയുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങേ അറിയാം, അങ്ങക്ക് എന്നെ റെഫർ ചെയ്യാനുള്ള അവകാശമില്ല. ശിഷ്യന് ഞാനൊരാളെ പറഞ്ഞയക്കുന്നു ഗുരുനാഥ എന്ന് പറയാനില്ല, നിങ്ങൾക്ക് അതിൻ്റെ അവകാശമില്ല. അപ്പോൾ ഈ 2 പ്രമാണമാണ് അടിസ്ഥാനപരമായിട്ടുള്ളത്. നിങ്ങളൊരു ഗുരുനാഥനെ വയ്ക്കുമ്പോൾ. നമ്പർ 2, അതായത് ഗുരുവാണ് ശിഷ്യനെ നിശ്ചയിക്കുന്നത്, ശിഷ്യനല്ല ഗുരുവിനെ നിശ്ചയിക്കുന്നത്. അല്ല. നമ്പർ 1. രണ്ടാമത്തത് ഗുരുനാഥനെ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. യു ഹാവ് നോ റൈറ്റ് അറ്റ് ഓൾ. കാരണം ഓരോ വ്യക്തികളും ഗുരുനാഥനാവുന്നത് കാലം, ദേശം, അവസ്ഥ അനുസരിച്ചിട്ടാണ്. ഒരാൾക്കും അവനവൻ്റെ ആവശ്യകത ഇല്ല ഗുരുനാഥനാവാൻ. ഒരു വ്യക്തിയാണ് ഗുരുനാഥനാക്കുന്നത്. അപ്പോൾ നിങ്ങൾ 2 പേരും എൻ്റെ മുമ്പിലില്ലെങ്കിൽ ഞാൻ എന്ത് ഗുരുനാഥൻ? അപ്പോൾ ആ കുട്ടി നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്നതിനൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തെ വെച്ചുകൊണ്ടാണ് പഠിപ്പിക്കുക. ഇപ്പോൾ എൻ്റെ മുമ്പിലൊരു കുട്ടി വന്ന് ഇത് പഠിക്കുന്നത്, ആ വ്യക്തി ഒരു കാരണം ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഗുരുനാഥ ഈ സമയത്ത് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നുണ്ട്, അപ്പോൾ അതിന് നമുക്ക് ജനറേഷൻ ഉണ്ടാക്കേണ്ടി വരും എന്ന് പറയുമ്പോഴാണ് നമ്മളത് തുടങ്ങുക. അപ്പോൾ അതിനെ ചിന്തിച്ചിട്ടാണ്, ആ കാലഘട്ടത്തിൽ ആ അവസ്ഥയെ ചിന്തിച്ചിട്ടായിരിക്കും ആ ഗുരുനാഥൻ അതിനനുകൂലമായിരിക്കുന്ന വിഷയങ്ങളെ കൊണ്ടുവരിക. അപ്പം ഞാൻ 2025 150 വർഷം മുമ്പുള്ള ഏതെങ്കിലും ഒരു ഗുരുനാഥനെ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ കാണുന്നത് ഇന്നത്തെ 2025 അവസ്ഥയാണ്. ആ വ്യക്തിയുടെ അവസ്ഥയും അവരുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ അറിയില്ല. അതുകൊണ്ടാണ് ക്രിറ്റിസിസിൽ നമ്മൾ ലിറ്റററി ക്രിറ്റിസിസം എടുക്കുമ്പോൾ ആദ്യം പറയുന്നത് ഫോം ക്രിറ്റിസിസം, റിലേഷനൊക്കെ എടുക്കുമ്പോൾ
ഏത് കാരണം കൊണ്ടാണ് ഗുരുനാഥൻ ആ അവസ്ഥയിൽ അങ്ങനൊരു സ്പീച്ച് എടുത്തിരിക്കുന്നത് ചിന്തിച്ചേ പറ്റൂ. കോണ്ടെക്സ്റ്റ് ക്ലിയർ ആവണം. ഇല്ലെങ്കിൽ അപകടമാവും. ഇല്ലെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ ചട്ടമ്പിസ്വാമി ഒരു സ്ഥലത്ത്, അയ്യാസ്വാമി ഒരു സ്ഥലത്ത്, നാരായണ ഗുരുദേവൻ ഒരു സ്ഥലത്ത്, ഇത് കമ്പയർ ചെയ്ത് കളിക്കുക. നിങ്ങൾ ചിന്തിക്കണം, നമ്മൾ ഇന്ന് നിൽക്കുന്ന 2025-ലും ശങ്കരൻ നിൽക്കുന്ന 8th സെഞ്ചുറിയിലുമാണ്. അപ്പോൾ അദ്ദേഹം ഏതവസ്ഥയായിരിക്കും കണ്ടിരിക്കുന്നതെന്നും ഏതൊക്കെ അവസ്ഥയെ കവർ ചെയ്തിട്ടാണ് ഭാരതത്തിൻ്റെ അഖണ്ഡതയെ നിലനിർത്തിയെന്ന് ചിന്തിച്ച് നോക്കൂ. കഴിഞ്ഞ പ്രാവശ്യം ഒരു ചർച്ച നടത്തിയപ്പോൾ ചോദിച്ചതാണ്, ഇന്ന് നിങ്ങൾ എത്ര പ്രാവശ്യം ബദ്രി കണ്ടിട്ടുണ്ട്? ബദ്രി എത്ര പേര് കണ്ടിട്ടുണ്ടാവും കേരളത്തിലെ? ഇല്ല. ഇപ്പോഴായിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അദ്ദേഹം 2 പ്രാവശ്യം നടന്നെത്തിയിട്ടുണ്ട് ആ കാലഘട്ടത്തിൽ. അവനു വേണ്ടിയല്ല, 16 വയസ്സിൽ ബ്രഹ്മസൂത്രം കഴിഞ്ഞിട്ട് ആനന്ദചിത്തനായിരുന്ന് എഴുതേണ്ട മനുഷ്യൻ, ആനന്ദത്തിൽ ഏതെങ്കിലും സ്ഥലത്ത് ഇരിക്കേണ്ട മനുഷ്യൻ സ്വന്തം ധർമ്മത്തിന് വേണ്ടി ഭാരതം മുഴുവൻ പര്യടനം ചെയ്തിട്ടുണ്ട് വലങ്കാല് വെച്ചിട്ട്. BC 8th സെഞ്ചുറി. ഏറ്റവും കുറച്ച് നിങ്ങൾ കാലത്ത് വിട്ടേക്കും. ആചാര്യസ്വാമികൾ 1000 വർഷം മുമ്പ് നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. നടന്നു തന്നെയല്ലേ പോയിരിക്കുന്നത്? ആണ്. ആർക്ക് വേണ്ടിയാ? ധർമ്മത്തിന് വേണ്ടിയിട്ട്. അത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. നിങ്ങൾ നടക്കുമോ? ഇല്ല. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 8th സെഞ്ചുറിയിലുള്ള ആ പ്രശ്നത്തിന് വേണ്ടിയായിരിക്കും അദ്ദേഹം നടന്നിട്ടുണ്ടാവുക. അപ്പോൾ ഗ്രന്ഥങ്ങളിലാണെങ്കിലും ഇതിലാണെങ്കിലും അതിനനുകൂലമായിരിക്കുന്ന വിഷയങ്ങൾ ഉണ്ടാകാം. കാരണം കാലമാണ്. ഇതിനെ വെച്ചിട്ട് വേണം നമ്മളൊരു ഗ്രന്ഥത്തെ മുൻനിർത്തി കാണാൻ. അതിൻ്റെ ശാസ്ത്ര സത്യമുള്ളതാണെങ്കിൽ സത്യമായിട്ട് തന്നെ ഉണ്ടാവും. വ്യവഹാരം മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ ആത്യന്തികമായ സത്യത്തെ നോക്കുക, ബാക്കിയുള്ളത് വ്യവഹാരമാണെന്ന് മനസ്സിലാക്കുക. കാരണം ആ സമയത്ത് അതാണ്. ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ 50 കുട്ടികൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ആ കുട്ടികളുടെ അനുകൂലമായ വാക്കുകളല്ലേ എടുക്കുക, അല്ലേ? ഇപ്പോൾ ആയുർവേദം നന്നായിട്ട് അറിയുന്ന വ്യക്തികൾക്കൊന്നും, ഇപ്പോൾ നമ്മൾ ക്ലാസ് എടുത്തപ്പോൾ 16 പേര് 16 സബ്ജക്റ്റിലാണ്. അപ്പോൾ വ്യവഹാരം മാറി. ഒരു കമ്പ്യൂട്ടർ ടെക്നീഷ്യൻസിന് ഭാരതീയ പാരമ്പര്യം പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെയായിരിക്കും ക്ലാസ് എടുക്കുക. അതിന് നമ്മൾ ബുക്കാക്കി കഴിഞ്ഞാൽ ദയേ സ്വാമിജി ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നതിൽ യുക്തിയില്ല 100 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ കാലദേശം അനുസരിച്ചിട്ടാണ് പറയുക. അപ്പോൾ ഒരു ഗുരുനാഥൻ പല തരങ്ങളിൽ കാണുന്നതിൻ്റെ കാരണം കേരളത്തിൻ്റെ അവസ്ഥയല്ല തമിഴ്നാട്ടിൻ്റെ അവസ്ഥയല്ല നോർത്ത് ഇന്ത്യയിലെ അവസ്ഥ. അപ്പോൾ ഓരോ സ്ഥലങ്ങളിലും അവരുടെ വ്യവഹാര കാലത്തിൽ അവരവരുടെ ഗുരുനാഥൻ്റെ അനുജ്ഞ അനുസരിച്ചിട്ടായിരിക്കും പെരുമാറുക. ഇപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ ഗുരുനാഥൻ്റെ ലീഡ് ചെയ്തിട്ടാണ്, എൻ്റെ ഗുരുനാഥൻ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിവിടെ ഇരിക്കുന്നത്. നീ വേറെ ഇപ്പോൾ ഞങ്ങൾക്ക് ട്രസ്റ്റ് ഉണ്ടാക്കാൻ പാടില്ല, സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പാടില്ല, സ്വന്തം ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ പാടില്ല, ഇതൊക്കെയാണ്. പക്ഷേ ജ്ഞാന പാരമ്പര്യത്തിൽ എന്ത് ചോദിച്ചാലും ഉത്തരം പറയണം. ഒരേ നിയമമുള്ളൂ. എന്താണ്? ജ്ഞാനം പറത്തി കൊടുക്കുക, ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞു കൊടുക്കണം. സ്വന്തമായിട്ടൊന്നും പാടില്ല എന്ന് കരുതി എല്ലാവരും അങ്ങനെ ആവണമെന്നല്ല. എൻ്റെ ഗുരുനാഥൻ ഇതിനാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നു. ഇതേപോലെ ഓരോ ഗുരുനാഥന്മാരും അവനവൻ്റെ പരമ്പരയിലുള്ള തൻ്റെ ഗുരുനാഥൻ പറയുന്നതനുസരിച്ചായിരിക്കും ജീവിച്ചിട്ടുണ്ടാവുക. അതിനെ നമുക്ക് കമ്പയർ ചെയ്താൽ തെറ്റാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഒരു ഗുരുനാഥനെയും നാരായണ ഗുരുദേവൻ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് നാരായണ ഗുരുദേവൻ വലുത്, ചട്ടമ്പിസ്വാമികൾ ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് കുറവെന്നല്ല. അവർ കാണുന്ന ലോകത്തെ ഏത് തരത്തിൽ ചേഞ്ച് ചെയ്തിരിക്കുന്നോ അത് ആ ലോകത്ത് ചേഞ്ച് ചെയ്തിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. കമ്പയർ ചെയ്താൽ നമ്മളുടെ തെറ്റ്. അപ്പം പല ഗുരുക്കന്മാരിൽ നിന്ന് വിദ്യ അഭ്യസിക്കാൻ അനുവാദമുണ്ടോ? അതോ? ഉറപ്പായിട്ടും. എന്നാലേ സാധ്യമാവൂ. ഞാൻ സ്ഥിരം പറയുന്നൊരു സാധനമാണ്, തേനീച്ചയെ നോക്കിയാൽ മതിയെന്ന്. തേനാണ് നിങ്ങൾ കഴിക്കുന്നത് യഥാർത്ഥത്തിൽ, അല്ലേ? ആ തേനൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. പല പൂക്കളുടെയാണ്. അതിൻ്റെ ആസ്വാദ്യതയാണ് തേനിൻ്റെ ഗുണം. ദ്രവ്യത്തിൽ നോക്കിക്കോളൂ. ദ്രവ്യവിജ്ഞാനത്തിൽ ഏറ്റവും കൂടുതൽ തേനാണ് നമ്മൾ കൊടുക്കുക. ഞാൻ പറയണം, ഒരു തേൻ മതി, ഒരു പൂവിൻ്റെ മാത്രം എടുക്കാൻ പറഞ്ഞാൽ പെട്ടു. അതേപോലെ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എൻ്റെ ശ്രദ്ധിച്ചോളണം. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഞാൻ പഠിക്കുമ്പോഴോ കൊടുങ്ങല്ലൂർ ഞാൻ പഠിക്കുമ്പോഴോ എൻ്റെ ഗുരുനാഥൻ പറയുക, ഈ വിഷയത്തിൽ എന്നെക്കാട്ടിലും പ്രാഗൽഭ്യം കോട്ടയത്തുള്ള എൻ്റെ ഗുരുനാഥനടുത്ത് പോയി പഠിച്ചോളൂ. ഇദ്ദേഹത്തിന് അറിയാഞ്ഞിട്ടല്ല, ഞാൻ പറയും. ഇപ്പോൾ നോക്കൂ, നമുക്ക് 2 പേർക്ക് ആയുർവേദം അറിയാം. പക്ഷേ ഞാൻ ആരുടെത്തായിരിക്കും പറയുക? ശ്രീ ചോദ്യം ചോദിച്ചാൽ എന്നെക്കാട്ടിലും ഗുണം ജീവിതത്തിൽ ആചരിച്ച് കാണിക്കുന്ന രാജീജിക്കായിരിക്കും ചോദിച്ചോളൂ. എനിക്കറിയാഞ്ഞിട്ടാണോ? അല്ല, പക്ഷെ ചെയ്യില്ല. എല്ലാം അറിയുമ്പോഴും അതിനടക്കി നിർത്തിക്കൊണ്ട് യോഗ്യനായാണ് ചൂണ്ടിക്കാണിക്കും. അപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി പഠിക്കാം, പക്ഷേ ഗുരുപാദകം ഒന്നാണ്. കാരണം ഭാരതത്തിൽ സദാശിവ സമാരംഭം എന്ന് പറഞ്ഞ് തുടങ്ങുന്നത് കശ്മീർ ഗുരുനാഥനും കേരളത്തിലെ ഗുരുനാഥൻ എന്ന് പറഞ്ഞ ഗുരുനാഥൻ നമുക്കില്ല. ഗുരുപാദകം ഇങ്ങനെ പിടിക്കുന്നുണ്ടെങ്കിൽ എല്ലാം ഒന്ന് തന്നെയാണ്. അതായത് ഗംഗ ഒന്ന് തന്നെയാണ്. ഒഴുകുന്ന നദികൾ പലതരത്തിൽ നിങ്ങൾ വിളിച്ചോളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം ഗംഗ ഒന്നാണ്, ഗുരുപാദകം ഒന്നാണ്. ഗുരുഭ്യോ നമഃ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഗുരുനാഥൻ എൻ്റെ ഗുരുനാഥൻ എന്നല്ല, ഗുരുപാദകം ഒന്നാണ്. നമ്മുടെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ മലയാളത്തിൽ ആത്മീയ കാര്യങ്ങളും മറ്റ് നമ്മുടെ ഒരു ഫിലോസഫിയും ഒക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുള്ള ശ്രീനാരായണ ഗുരുദേവനാണ്. അദ്ദേഹത്തെ കേരളം എത്രത്തോളം തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അതെന്താണ്, എങ്ങനെയാണത് അദ്ദേഹം അർഹിക്കുന്ന ഒരു തിരിച്ചറിവ്
നമുക്ക് കൊടുക്കാൻ പറ്റാണ്ട് പോയത്? വ്യക്തിഗതമായിട്ടുള്ള അനുഭവം പറയാം. ഞാനൊരു സംസ്കൃത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് 5ാം ക്ലാസ് മുതൽ പഠിച്ചു വളർന്ന കുട്ടിയാണ്. ട്രഡീഷണലായിട്ടും അല്ലാതെയും എനിക്ക് പറ്റിയൊരു ഇപ്പോൾ സ്വയം തെറ്റ് എന്ന് തോന്നുമല്ലോ. പ്രീ ഡിഗ്രി ആണെങ്കിലും ഒരു വായനശാലയിൽ വളർന്ന കുട്ടിയാണ് ഞാൻ. അവിടെ പോലും നാരായണ ഗുരുദേവൻ എൻ്റെ മുമ്പിലേക്ക് വന്നിട്ടില്ല ഒരു ഫിലോസഫറായിട്ട്. ഒരു സാമൂഹ്യ പരിഷ്കർത്താവെന്ന് മാത്രമാണ് എൻ്റെ മുമ്പിലുള്ളത്. ഞാൻ പഠിച്ചു വന്നിരിക്കുന്ന സാമൂഹ്യ പാഠങ്ങളിലെല്ലാം സാമൂഹ്യ പരിഷ്കർത്താവാണ്. ഒരു ശാസ്ത്ര വിദ്യാർത്ഥിയെ സംബന്ധിച്ച് സാമൂഹ്യ പരിഷ്കർത്താവെന്ന രീതിയിൽ എനിക്ക് നോക്കേണ്ട ആവശ്യം നാരായണ ഗുരുദേവൻ്റെ വന്നിട്ടില്ല. ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ്. ഒരുപാട് ഗ്രന്ഥങ്ങൾ ലേറ്റസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത്, അറിയാലോ. ഒരു 93, 94 എന്ന് പറഞ്ഞാൽ TV മാത്രം കാണുന്ന, മൊബൈലൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ ഞാൻ വളർന്നു വരുമ്പോൾ ഒരു പേപ്പർ മാത്രമാണ് മാതൃഭൂമിയോ ഭാഷാഭൂഷണിയൊക്കെ വളർന്നു വരുന്ന എന്നെ സംബന്ധിച്ചും നാരായണ ഗുരുദേവനെ അറിയാൻ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. സാമൂഹ്യ പാഠം എന്ന സ്ഥലത്ത് സാമൂഹ്യ പരിഷ്കർത്താവ് എന്നൊരുപരിയായിട്ട് ഗ്രന്ഥങ്ങളെക്കുറിച്ച് ഒന്നും തന്നെ ഞാൻ കണ്ടിട്ടില്ല. പ്രീ ഡിഗ്രി, ഡിഗ്രി, MA വ്യാകരണം മാത്രം പഠിച്ചു വന്ന ഡിഗ്രി MA എല്ലാം വ്യാകരണം തന്നെ സബ്ജക്റ്റ് ഒരൊറ്റ സ്ഥലത്ത് പോലും നാരായണ ഗുരുദേവനെ ശാസ്ത്രമായിട്ടോ ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൃതികളോ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു ഇതും ഞാൻ കണ്ടിട്ടില്ല. അതും തൃപ്പൂണിത്തുറ രാമവർമ്മ കോളേജിലെ സംസ്കൃതം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കോളേജാണ്. ശാസ്ത്ര സദസ്സ് നടത്തുന്ന, പരിഷത്ത് മെമ്മോറിയൽ നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അധ്യാപകരുണ്ടായിരുന്ന തൃപ്പൂണിത്തുറ കോളേജിൽ പോലും നാരായണ ഗുരുദേവൻ്റെ ഒരു കൃതി പോലും ഞാൻ കണ്ടിട്ടില്ല സിലബസിൽ. അങ്ങനൊരു വിഷയം നാരായണ ഗുരുദേവൻ ശാസ്ത്രം പഠിച്ച വ്യക്തിയാണെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല, കേട്ടിട്ടുമില്ല. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ പോലും വരാത്തൊരു സ്ഥലത്ത് ഉറപ്പായിട്ടും ലേറ്റർ സ്റ്റേജിൽ ഒരാൾക്കും നാരായണ ഗുരുദേവൻ ആരാണെന്ന് അറിയാനുള്ള ഒരു ഉപാധിയുമില്ല. നിങ്ങൾ വല്ല ലൈബ്രറിയിൽ അദ്ദേഹത്തിന് വേണ്ടി മാത്രം നമ്മൾ പോയാൽ ഒരു പക്ഷേ കിട്ടുമായിരിക്കും. ഇപ്പം ഞാൻ തിരിച്ചറിയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇടയിൽ ചില ബുക്കുകൾ അറിയാമല്ലോ, നമ്മൾ റെഫർ ചെയ്ത് പോകുന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. ഫിലോസഫി അറിയാം, അദ്വൈതമായതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ലേറ്റർ സ്റ്റേജിൽ വരുമ്പോഴാണ് ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ അറിയാമല്ലോ, സംസ്കൃതത്തിൻ്റെ പല പ്രധാന ആൾക്കാരുണ്ട്. കാളിദാസൻ്റെ ഉണ്ട്, ആചാര്യസ്വാമികളുടെ ഉണ്ട്. ഇത് നോക്കുന്ന സമയത്ത് ഈ അടുത്ത കാലത്താണ് ഞാൻ നാരായണ ഗുരുദേവൻ്റെ സ്പെസിഫിക് സബ്ജക്റ്റുകളിലേക്ക് നോക്കുന്നത്. ഇപ്പോൾ നോക്കുമ്പോഴാണ് ഞാൻ കാണിച്ച മണ്ടത്തരം ഇല്ലെങ്കിൽ വ്യക്തിഗതമായിട്ട് എനിക്ക് തോന്നിയത് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ നാരായണീയവും നാരായണ ഗുരുദേവൻ്റെ ബാഹുലയാഷ്ടകമോ ഭദ്രകാളിയഷ്ടകമോ അതേമാതിരി ഗ്രന്ഥം വെച്ചാൽ ഞാൻ പറയുന്നത് 2 ഗുരുക്കന്മാരെ ഞാൻ കമ്പയർ ചെയ്യല്ല, ശാസ്ത്രം വെച്ച് നോക്കിയാൽ തട്ട് താഴ്ന്ന് നാരായണ ഗുരുദേവൻ്റെ ആയിരിക്കും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ പറയാറുണ്ട് ശരിക്കും, ഉപമാ കാളിദാസസ്യ ഭാരവേരർത്ഥഗൗരവം ദണ്ഡിനഃ പതലാളിത്യം മാഹേ സന്ധി ത്രയോ ഗുണാഹ. എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ 4 ഗുണം ചേർന്നിരിക്കുന്നത് നാരായണ ഗുരുദേവല്ലാന്ന്. ശ്ലോകം ഒന്ന് വിശദീകരിക്കും. ഉപമാ കാളിദാസസ്യ, ഉപമയിൽ കാളിദാസനാണ്. ഇതായിട്ട് ഇപ്പോൾ ഹിമാലയത്തെ ശരീരത്തിൻ്റെ ഹൃദയമായിട്ട് ഉപമിച്ചുകൊണ്ട് മനോഹരമായിട്ട് പറയുന്നതാണ് കുമാരസംഭവം. ഭാരവേർ അർത്ഥഗൗരവം, ഭാരവിയുടെ അർത്ഥഗൗരവമാണ് പ്രധാനം, അർത്ഥത്തെയാണ് ദ്യോതിപ്പിക്കുക. ദണ്ഡിനഃ പദലാളിത്യം, പദങ്ങളെ ലാളിത്യത്തോടുകൂടി പ്രയോഗിക്കുന്നതാണ് ദണ്ഡി. മാഘേ സന്ധി ത്രയോ ഗുണ, മാഘലായിട്ട് ഈ 3 ഗുണങ്ങളും ചേർന്നിട്ടാണ്. ഉപമയുണ്ട്, അർത്ഥഗൗരവമുണ്ട്, പദലാളിത്യമുണ്ട്. ഈ 4 സാധനങ്ങളെയും ചേർന്നുകൊണ്ട് സാധാരണക്കാർക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്ന വിധത്തിൽ യോജിപ്പിച്ചിരിക്കുന്നത് നാരായണ ഗുരുദേവനാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ബാഹുലയാഷ്ടകത്തിൻ്റെ ക്ലാസ് എടുത്തിരുന്നു. എൻ്റെ 2 സുഹൃത്തുക്കൾ പറഞ്ഞിട്ട് ഞാൻ തുടങ്ങിയതാണ്. ഞാൻ ക്ലാസ്സും എടുത്തിരുന്നു. അത് എടുക്കുന്ന സമയത്ത് ഒരു പദത്തെ ഇല്ലെങ്കിൽ ഒരു പദത്തെ യോജിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാ വെച്ചാൽ, നമ്മൾ കണ്ണുകൊണ്ട് കാണുന്നതായ ഓരോ പദങ്ങളെ യോജിപ്പിച്ചുകൊണ്ട്, അതായത് നമ്മൾ കാണുന്ന സാധനത്തെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം പദങ്ങളെ ക്രമീകരിച്ചിട്ട് ആശയങ്ങളെ സ്പഷ്ടമാക്കിയിരിക്കുന്നത്. ഒരേ സമയം തന്നെ സാമാന്യാർത്ഥത്തിൽ നമുക്ക് വിവേചിക്കാം, സ്ഥൂലമായ അർത്ഥത്തിൽ വിവേചിക്കാം, ദേവയാനം എന്നുള്ള ദേവതാതലത്തിൽ യോജിപ്പിക്കാം, യോഗത്തിൽ യോജിപ്പിക്കാം, അവസാനമായിട്ട് അദ്വൈതത്തിലേക്ക് യോജിപ്പിക്കാം, ആത്യന്തിക സത്യയിലേക്ക്. ഒരേ സമയം തന്നെ മൾട്ടി ലെവലിലേക്ക് ഒരേ ആശയത്തെ യോജിപ്പിച്ചുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പോയിരിക്കുന്നത്. ശാസ്ത്രത്തെ നോക്കിയാൽ അപാര കഴിവെന്ന് വെച്ചാൽ ഛന്ദസ് കൃത്യമായിരിക്കണം. നിരുക്തവും വ്യാകരണവും അടിസ്ഥാന റൂട്ടില്ലാതെ ഇങ്ങനെ എഴുതാൻ പറ്റില്ല. മൂന്നാമത്തത് അതിൻ്റെ ആദ്യത്തെ ബ്രഹ്മാണ്ഡ പിണ്ഡാണ്ടങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് ആത്യന്തിക സത്യയെ തിരിച്ചറിയാത്ത ഒരാൾക്ക് ഇത് ഘടിപ്പിക്കാൻ പറ്റില്ല. ഇതും പോരാഞ്ഞിട്ട് ശൈവം മുഴുവനായിട്ട് അറിയണം, തന്ത്രം മുഴുവനായിട്ട് അറിയണം, അക്ഷരന്യാസാദികളായിട്ടുള്ള മന്ത്രഭാഗങ്ങളെ മുഴുവൻ അറിയണം. പ്രത്യേകിച്ച് ബാഹുലാഷ്ടകത്തിൽ മന്ത്രഭാഗങ്ങളെ യോജിപ്പിച്ചുകൊണ്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അത് മുഴുവൻ അറിയണം. ഈ ശാസ്ത്രങ്ങളെ മുഴുവനും യോജിപ്പിച്ചതോടൊപ്പം തന്നെ സാമാന്യനായിട്ട് നിൽക്കാനും പറ്റണം. ഒരു സാധാരണ ഭക്തന് അതൊരു സ്തുതി മാത്രമാണ്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എല്ലാ തലത്തിലും ലെയറുകളുണ്ട്. തന്ത്രസമുച്ചയത്തിൻ്റെ ഒരു വലിയൊരു ശ്ലോകത്തെ ഒറ്റ പദത്തിലേക്ക് വരെ യോജിപ്പിച്ചുകൊണ്ടാണ് ആചാരം പോയിരിക്കുന്നത്. ശരീരത്തിൻ്റെ കീറി മുറിച്ചത് പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരു വിഷയത്തെ പറയാൻ എളുപ്പമാണ്,
പക്ഷേ മൾട്ടി സബ്ജക്റ്റിനെ ഈ 8 ശ്ലോകങ്ങളിലേക്ക് ഇപ്പം ഞാൻ വ്യാഖ്യാനിച്ച് തീർത്തപ്പോൾ 212 പേജിലേക്കാണ് 8 ശ്ലോകം വന്നേക്കണേ. ആ 8 ഇത്ര മൾട്ടി ലെയറായിട്ടൊരു സാധനത്തെ ഒരു 8 ശ്ലോകത്തിലേക്ക് ഒതുക്കിയിട്ട് തനിക്കൊന്നും അറിയില്ല എന്ന് പറയാനുള്ള കഴിവ്. പക്ഷെ ഒരൊറ്റ സ്ഥലത്ത് പോലും ഞാൻ നാരായണ ഗുരുവിനെ കുറിച്ച് ഇപ്പോൾ ഇൻട്രോ എഴുതാൻ നോക്കുമ്പോൾ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നതിലുപരി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയെ പോലെയോ കാളിദാസനെ പോലെയോ സംസ്കൃത വ്യാകരണങ്ങളെയും ഇങ്ങനെയുള്ള ശ്രദ്ധിച്ചോളണം. മലയാളം നന്നായിട്ട് അറിയാം, തമിഴ് നന്നായിട്ട് അറിയാം, ഒപ്പം തന്നെ ശാസ്ത്രവും നന്നായിട്ട് അറിയുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു സ്ഥലത്ത് പോലും നാരായണ ഗുരുദേവനെ പ്രതിപാദിച്ചതായി ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ട് കണ്ടില്ല? ഇത്രയധികം റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് വർക്ക് നടത്തിയിട്ടും കേരളത്തിൽ ഇതേപോലെ ഈ ശങ്കരന് ഈക്വലൻ്റായിട്ട് ആചാര്യസ്വാമികൾക്ക് ഈക്വലൻ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരാളുണ്ടായിട്ടും വ്യക്തിഗതമായിട്ട് സംസ്കൃത വിദ്യാർത്ഥികൾ പറയാം, ഐ ആം ഷെയിം ഓൺ മൈസെൽഫ്. ഞാൻ FBയിൽ എഴുതുകയും ചെയ്തു. ആദ്യമായിട്ട് സ്വയം ഘടന എനിക്ക് എന്നോട് തോന്നുന്ന ഒരു സമയമാണ് നാരായണ ഗുരുദേവൻ. ഇത്ര യോഗ്യനായ ഒരാളുണ്ടായിട്ടും 46 വയസ്സായ എൻ്റെ മുമ്പിലേക്ക് ഒരു ഗുരുനാഥൻ പോലും ഇത് ഇത്ര യോഗ്യനാണെന്ന് കാണിക്കാൻ ഒരാൾ പോലും മുമ്പിലേക്ക് വന്നിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. നമ്മളുടെ കുറവാണ്. നമ്മളുടെ നാട്ടിൽ ജനിച്ച സാധാരണക്കാരനായി ഒരു മുണ്ട് എടുത്തുകൊണ്ട് നടന്ന മനുഷ്യൻ ഇത്രമാത്രം യോഗ്യന ശാസ്ത്രത്തിൽ ഇതേപോലെ ഗ്രന്ഥം രചിച്ച വേറെ ആളുണ്ടാവില്ല എന്ന് അടിവരയിട്ട് പറയാം കേരളത്തിൽ. ശ്രീനാരായണ സ്റ്റഡീസ് എന്ന് പറഞ്ഞ് നടക്കുന്നതൊക്കെ സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള തലത്തിലുള്ള ഡിസ്കഷൻസ് ആണ്. എനിക്ക് തോന്നി വെച്ചപ്പോൾ ഞാൻ ആരെയും പറയുന്നതല്ല, എല്ലാവരും ശരി തന്നെയാണ് പറയുക അവനുണ്ട് ഇതിൽ. ഇപ്പോൾ ഇതിൽ തരുമ്പോൾ ഹോമധൂമ പ്രകടതട എന്ന് പറഞ്ഞ് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചും ഹോമം എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഹോമം എന്ന് പറയുന്നത് കൊണ്ടാണ്. പക്ഷേ അവിടെ ഹോമശബ്ദത്തിലൂടെ ഒരു ആശയം ഗുരുനാഥൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ ആശയത്തെ പ്രകടമാക്കാൻ പറ്റുന്ന നിരുക്തമോ ഇതോ അതിലേക്ക് ശാസ്ത്രം ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ചിന്ത വരാത്തത് കൊണ്ടിട്ടാണ്, ഇല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു യുക്തി ഇല്ലെങ്കിൽ വിഷയത്തെ യോജിപ്പിച്ചുകൊണ്ടാണ് ആചാര്യൻ പോയിരിക്കുന്നതെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടിട്ടായിരിക്കാം ഇന്നുവരെയും വ്യാഖ്യാനം ആ രീതിയിൽ പോകാത്തതും നാരായണ ഗുരുദേവനെ ഇപ്രകാരം ഒരു ശാസ്ത്ര പന്ഥാവിലേക്ക് കൊണ്ടുവരാത്തതും. എനിക്ക് തോന്നുന്നു കുട്ടികൾ അടിവരയിട്ട് പഠിച്ചു കൊള്ളണം. നാരായണ ഗുരുദേവനെ പോലെ കേരളത്തിൽ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി എപ്രകാരമാണോ വൈയാകരണൻ ശ്രേഷ്ഠത്തിൽ നിൽക്കുന്നത് അതിനേക്കാട്ടിലും ഈക്വലൻ്റായിട്ട് ഇപ്പുറത്ത് നിൽക്കാം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3 ഭാഷയും ഒരേ സമയം കൈകാര്യം ചെയ്യുന്നുണ്ട്. തമിഴിൽ, മലയാളത്തിൽ, സംസ്കൃതത്തിൽ. കൃതികളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഒരു പടി മുകളിലാണ് നാരായണ ഗുരുദേവൻ. ത്രിഭാഷാ പണ്ഡിതൻ മാത്രമല്ല, ശൈവവും ഇതും വിഷയങ്ങളെയും കീറി മുറിച്ചിരിക്കുന്ന ആയുർവേദം പോലും തോറ്റുപോകും. അപ്പോൾ എല്ലാ വിഷയം അറിയണ്ടേ? എത്ര പേർക്ക് മനസ്സിലാവും? സാമൂഹ്യ പരിഷ്കർത്താവിനുപരിയായിട്ട് ആയുർവേദം നന്നായിട്ട് അറിയുന്ന, ശൈവാഗമങ്ങളെ മുഴുവൻ പഠിച്ചിരിക്കുന്ന, തന്ത്രത്തെ മുഴുവൻ സ്വീകരിച്ചിരിക്കുന്ന ആയ ഒരു ഗുരുനാഥൻ, ശാസ്ത്രം മുഴുവൻ അറിയുന്ന ഒരു ഗുരുനാഥനാണ്. നിരുക്തം മുഴുവൻ ഇല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഇതേപോലെ മാതൃകന്യാസക്രമത്തോടുകൂടി നിരുക്തം ഇതേ രീതിയിൽ പ്രയോഗിച്ചു കണ്ടിരിക്കുന്ന മറ്റൊരു ഗുരുനാഥനെ എൻ്റെ അനുഭവത്തിലും കണ്ടിട്ടില്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈക്വലൻ്റ് ഇല്ല എന്ന് പറയേണ്ടി വരും. ഞാൻ എന്തുകൊണ്ട് അത്ഭുതം എന്ന് പറയുന്നത് വെച്ചാൽ ബാക്കിയുള്ള എല്ലാവർക്കും നമുക്കൊരു ആചാര്യൻ്റെ സ്മരണ കൊടുക്കാറുണ്ട്. ഇപ്പം മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ശാസ്ത്രത്തിൽ നാരായണീയ ദിവസം, നാരായണീയ ദിനം എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൃതിയിൽ. പക്ഷേ അതിനേക്കാട്ടിലും ഒരു ഈക്വലൻ്റായിട്ട് 500 പുസ്തകങ്ങളോളം എഴുതിയിരിക്കുന്ന നാരായണ ഗുരുദേവന് ഇന്നൊരു സ്മൃതി ദിനത്തിൽ ഈ രീതിയിലൊരു നാരായണ ഗുരുദേവൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞ് പഠനം എന്നും പറഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടില്ല, പുറത്തേക്കും വന്നിട്ടില്ല. തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. ഇപ്പം ശാസ്ത്രാധ്യയനത്തിലേക്ക് കടന്നു വരുമ്പോഴേക്കും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. നിങ്ങളിലുള്ള ഭക്തി അല്ലെങ്കിൽ ഈ പറഞ്ഞ സഹജമായിട്ടുള്ള എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ മാറി സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഉള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. ശരിക്കും ശാസ്ത്രം ഉറപ്പിച്ച് കഴിയുമ്പോഴേക്കും ഇതെല്ലാം കൂടുതൽ റൂട്ടഡ് ആയിട്ട് വരുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു കോൺഫ്ലിക്റ്റിലൂടെ ഇപ്പോൾ ഇന്ന് പലരും കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള വഴി ശരിക്കും ശാസ്ത്രാധ്യയനത്തിലൂടെ. സത്യം, ശാസ്ത്രാധ്യയനം മാത്രമാണ്. നോക്കിപ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും വിചാരിക്കുന്നത് വ്യാകരണമോ നിരുത്തമോ എന്ന് പറയുന്നത് വിഭക്തിയാണോ ഭക്തിയാണോ ശ്രേഷ്ഠം, ഇതാണ് ചോദ്യം വരുന്നത്. ഏറ്റവും പ്രധാനം പൂന്താനവും മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെയാണ്. ഇവിടെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരിച്ച് എല്ലാവരും ചോദിക്കാറുണ്ട്. നാരായണ ഭട്ടതിരി ഒരു സംസ്കൃത വ്യാകരണത്തിലാണ് അദ്വിതീയനായിരിക്കുന്നത്. പ്രക്രിയാ സർവസ്വകാരനാണ്. വ്യാകരണം മനുഷ്യദ്യമായിട്ട് പറയുന്നതാണ്, സംശയമൊന്നുമില്ല. ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, പൂന്താനം മലയാളം മാത്രമാണ് എഴുതിയിരിക്കുന്നത്? അല്ല, ഗ്രന്ഥങ്ങൾ സംസ്കൃതത്തിൽ എഴുതിയിട്ടുണ്ട്, മണിപ്രാള ശൈലിയിൽ എഴുതിയിട്ടുണ്ട്. ശരി. അപ്പോൾ ത്രിഭാഷാ പണ്ഡിതനായിരിക്കുന്ന പൂന്താനമാണോ സ്കോളർ, മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണോ? നിങ്ങൾ കമ്പയർ ചെയ്യുന്നത് കൊണ്ടാണ്. വിശേഷമായ ഭക്തിയാണ് വിഭക്തി. ഇപ്പോൾ നമ്മൾ ഒരു സാധനത്തെ പറയുന്നു, കമലേശിയെ പൂജിക്കൂ ഇല്ലെങ്കിൽ ഇന്ന ആളെ പൂജിക്കൂ എന്ന് പറയുമ്പോൾ
ഇപ്പോൾ വിഷ്ണുവിനെ പൂജിക്കുക എന്ന് പറയുമ്പോൾ അത് വീണ്ടും സൂക്ഷ്മത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അതിലേക്ക് ഇറങ്ങി കളിക്കാനാണ് പറ്റുക അല്ലേ? നിങ്ങൾ ഭാവം കൊണ്ട് കൽപ്പിച്ചോളൂ എന്ന് പറയുന്നതാണോ, അറിഞ്ഞ് അനുഭവിച്ചു പോകുന്നതാണോ നിങ്ങൾക്ക് സുഖം? പറയും. അറിഞ്ഞ് അനുഭവിക്കുന്നതാണ്. ഈ അറിഞ്ഞ് അനുഭവിക്കാനുള്ള ശാസ്ത്രാധ്യയനമാണ്, പാതയാണ് വ്യാകരണാദികൾ. ശാസ്ത്രം ഒന്നും തന്നെ കിട്ടും. ഞങ്ങൾ പറയാറുണ്ട് ശാസ്ത്രം എന്ന സത്യം അനുഭവമേവ സത്യം. പക്ഷെ നടക്കാൻ നിങ്ങൾക്ക് ശാസ്ത്രം വേണം. എനിക്കിപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിഷാരി കോവിലോ ചോറ്റാനിക്കൽ അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കും. നമ്മൾ ഇവിടെ നിന്ന് യാത്ര പോകുമ്പോൾ കാറുണ്ടായേ പറ്റൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ കാറിനെ കളഞ്ഞോളൂ. പക്ഷെ ആ പടി എന്ന് പറയുന്നത് ശാസ്ത്രമാണ്. ആ ശാസ്ത്രം ഞാൻ ഉണ്ടാക്കിയതല്ല, നടന്ന് ശീലിച്ചതായ ഗുരുനാഥന്മാർ തെറ്റും ശരിയും തിരിച്ചറിഞ്ഞ് എഴുതിയ ഗ്രന്ഥങ്ങളാണ്. അത് പല രൂപത്തിലാവാം. അതുകൊണ്ടാണ് 18 വിദ്യകളെ അല്ലെങ്കിൽ 18 എണ്ണത്തിനെ നമ്മൾ യോജിപ്പിച്ചുകൊണ്ട് ആചാര്യന്മാരുണ്ടാക്കിയിരിക്കുന്ന പദ്ധതി, ഭാരതീയ പാഠ്യപദ്ധതി 18 വിദ്യകളാണ്. അതിനെ മനസ്സിലാക്കി നടക്കണം. അത് നിങ്ങൾക്ക് ആവശ്യമാണ്. അതിലൊന്നാണ് നിരുക്തവും വ്യാകരണവും എല്ലാം. അതിനെ മനസ്സിലാക്കി മുമ്പിലേക്ക് പോയാൽ നിങ്ങൾ എന്തിനെയാണോ വിഭക്തി അല്ലെങ്കിൽ ഭക്തിയായിട്ട് വെച്ചിരിക്കുന്നത്, എന്തുകൊണ്ടാണ് ഭക്തി പ്രശ്നം വരേണ്ടതെന്ന് നിങ്ങൾ മനസ്സിലാക്കി തരും. അവസാനം ഞാനും നിങ്ങളെല്ലാവരും എത്തുന്ന അവിടെയാണ്. ദേവിയുടെ മുമ്പിലെത്തുമ്പോൾ അമ്മയെന്നും പറഞ്ഞ് എല്ലാവരും വിളിക്കുന്നത്. പക്ഷെ അവിടെ എത്തുമ്പോൾ വ്യത്യസ്തമായ ആളുകൾ വരുമ്പോൾ അവർക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ അവിടെ എത്താനുള്ള ഉപാധിയാണ് ഈ സാധനങ്ങളെല്ലാം. അതുകൊണ്ട് വിഭക്തിയായിരിക്കുന്ന ഈ ശാസ്ത്രം നിങ്ങൾ അഭ്യസിക്കുമ്പോഴാണ് എളുപ്പത്തിൽ ആളുകളെ മനസ്സിലാക്കുക. ഒരു ഉദാഹരണം കൊണ്ട് പറഞ്ഞുതരാം. എൻ്റെ ഗുരുനാഥൻ ചെയ്ത സൂത്രപ്പണിയാണ്. ഒരു 2 ആൾക്കാർ വാദത്തിന് വന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത്. വാദം വന്ന സമയത്ത് ശാസ്ത്രം വേണ്ട, അനുഭവം മതി. ഇതാണ് അവരുടെ പ്രാക്ടിക്കൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടല്ലോ. എന്ത് ചെയ്താൽ സമ്മതിക്കൂല. ഗുരുനാഥനൊന്നും മിണ്ടാതെ എല്ലാം കേട്ട് നിന്നിട്ട് പറഞ്ഞ് നമുക്ക് പ്രസാദം കുറച്ച് കഴിക്കാം. 5-6 മാങ്ങ എടുത്തോണ്ട് വന്നു. കൊണ്ടാൻ പറഞ്ഞ് അദ്ദേഹം തന്നെ ചെത്തി. അതിനുശേഷം 2 പ്ലേറ്റിൽ ഇവർക്ക് അങ്ങോട്ട് മുമ്പിലേക്ക് വെച്ച് കൊടുത്തു. അണ്ടിയെല്ലാം ഇപ്പുറത്തും വെച്ചു. കുറച്ച് കഴിക്കുമെന്ന് പറഞ്ഞു. കഴിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു ഓരോന്നോ കഴിക്കാവും, എല്ലാത്തിൻ്റെയും 2 പൂള വെച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പറഞ്ഞു ഇത് ബാക്കിയുള്ള മാങ്ങയുടെ ഇത് കൊണ്ടിട്ട് നട്ടിട്ട് ഇനിയുള്ള ശിഷ്യന്മാർക്ക് എല്ലാവർക്കും മാങ്ങ കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതെങ്ങനെ ചെയ്യാം? അങ്ങനല്ലേ എടുത്തു വെച്ചിരിക്കും. ഹേയ്, നിങ്ങൾക്ക് അനുഭവം കിട്ടിയില്ലേ? നിങ്ങൾക്ക് മാങ്ങ തിന്നതിൻ്റെ അനുഭവം കിട്ടി, അതിൻ്റെ സ്വാദും കിട്ടി, ബാക്കിയുള്ളത് തരുകയും ചെയ്തിട്ടുണ്ട്. പ്രാക്ടിക്കലായിട്ട് നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ മാങ്ങ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ശിഷ്യന്മാർക്ക് കൊടുക്കണം, പറ്റുമെങ്കിൽ ആശ്രമത്തിലും കൊണ്ടുവരണം എന്ന് പറഞ്ഞു. സാധ്യമല്ല. ഇത്രയേ ഉള്ളൂ. അനുഭവം ഉണ്ടായാൽ മാത്രം പോരാ, അത് വന്ന റൂട്ടെന്ന് പറയുന്നത് ഈ മാങ്ങാണ്ടിയാണ്. ഇതേപോലെ അനുഭവം ഉണ്ടാകാൻ നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ദേവിയെ കിട്ടാൻ എവിടെയെങ്കിലും ഇരുന്ന് ജപിച്ചാൽ മതി. നമുക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സംഭാഷണത്തിൻ്റെ ആവശ്യമില്ല. ഏതെങ്കിലും ഹിമാലയത്തിലോ വീട്ടിലോ എവിടെ വേണമെങ്കിലും ഇരുന്ന് ജപിച്ചാൽ മതി. പക്ഷേ ഒരു ഗുരുനാഥൻ്റെ മുമ്പിലേക്ക് ഈ വ്യക്തി വന്നിട്ട് എങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഒരു പാത വേണം. ഈ വ്യക്തികളിൽ ഇത്രയും വൈവിധ്യം ഉള്ളത് കൂടി കൊണ്ടാവില്ലേ ഇത്രയും പരമ്പരകൾ വന്നിരിക്കുന്നത്? സ്വാഭാവികമാണല്ലോ. കാരണം ഒരു ക്ലാസ്സിൽ നമുക്ക് തന്നെ ആലോചിച്ചു, ഫ്രണ്ട് ബെഞ്ച്, നടുക്കുള്ളവർ, പുറകിലുള്ളവർ, ഇത് തന്നെ നമ്മൾ കണ്ടിട്ടില്ലേ? ഇപ്പം നമ്മൾ പുറകെ ബെഞ്ചിലോ മധ്യത്തിലോ ആയിരിക്കും. അപ്പം നമുക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ കേൾക്കില്ല, മനസ്സിലായല്ലോ. മാഷ ഒന്നും കൂടെ പറയുമോ? പക്ഷെ മുമ്പിലുള്ളവന്മാരുണ്ട് ഒരു ഒറ്റയടിക്ക് തന്നെ 100 മേടിക്കുന്നവർ. നമുക്ക് ഈർഷ്യ വരും, ഇവന്മാർ കാരണം അല്ലേ? അപ്പോൾ ഒരു ക്ലാസ്സിൽ പോലും നമ്മളുടെ വ്യത്യസ്തമായ ആളുകളുണ്ട്. ചിലവർ പറഞ്ഞ് പറയണം. അപ്പോൾ അതിനനുകൂലമായിട്ട് ശാസ്ത്രം വേണ്ടേ? വേണ്ടി വരില്ലേ? എല്ലാവർക്കും ജീവിക്കണ്ടേ? ആധുനികമായിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായം ശരിക്കും ഈ ഒരു പാത പിന്തുടരുന്നില്ലല്ലോ. ഒരു ഒറ്റ വഴിയിലൂടെ എല്ലാവരും പോകണം എന്നുള്ള രീതിയിലേക്കാണല്ലോ വരുന്നത്. അപ്പോൾ ശരിക്കും ഈ ശാസ്ത്രാധ്യയനത്തിൻ്റെ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള വഴി തന്നെയാണ് ശരിയെന്ന് ഇപ്പോൾ വീണ്ടും ഈ ഇൻ്റർ ഡിസിപ്ലിനറി അപ്ലൈ ചെയ്യുമ്പോൾ അത് തന്നെയാണല്ലോ നമ്മൾ പരോക്ഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണല്ലോ. എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ പാഠ്യപദ്ധതി മനസ്സിലാക്കി എളുപ്പമായിരിക്കും. ഇപ്പം ഞങ്ങൾ 13 പേരാണ് പഠിച്ചത്. 13 പേര് പഠിക്കുമ്പോൾ 4 മണിക്ക് വരണം. 4 മണിക്ക് വരുമ്പോൾ ഗുരുനാഥൻ ആദ്യം നോക്കുന്നത് ഈ 14 പേര് നിരന്നിരിക്കുന്നുണ്ടോ എന്നാണ്. 14 പേരല്ല 13 പേരിൽ ഒരാളില്ലെങ്കിൽ ബാക്കി 12 പേർക്ക് ക്ലാസ് എടുക്കില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റേ ആളുടെ ആരോഗ്യവും ഇതും സംരക്ഷിക്കേണ്ട എൻ്റെ ഉത്തരവാദിത്തമാണ്. കാരണം എൻ്റെ സുഹൃത്താണ്. ഒരാളുടെ മിസ് ചെയ്താൽ അവൻ്റെ ക്ലാസ് പോകും. അതുകൊണ്ട് 12 പേർക്കും ക്ലാസ് എടുക്കില്ല. അപ്പോൾ നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ കൂടെയുള്ളവർ നാളെ വരണം എന്ന് ഉറപ്പിക്കുന്ന എൻ്റെ ഉത്തരവാദിത്തം. നീ വരുമല്ലോ അല്ലേ എന്ന് പറയണം. അപ്പോൾ എനിക്ക് ആ കെയർ വേണം. ഇനി ക്ലാസ് എടുക്കുന്ന സമയത്ത് എല്ലാ ദിവസവും ഇന്നത്തെ നാളെ ചോദിക്കും. ഇന്ന് പഠിപ്പിച്ചത് ഇന്നലെ ചോദിച്ചതെല്ലാം കണ്ടിന്യൂ ചെയ്തിട്ട് ഉറപ്പിച്ചിട്ടേ അടുത്ത ക്ലാസ് എടുക്കും. സംശയം തീർക്കണം. അപ്പോൾ ഞങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം എൻ്റെ കൂട്ടത്തിലുള്ളവൻ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ അടി കൊള്ളുന്ന ഏറ്റവും നന്നായിട്ട് പറഞ്ഞവനായിരിക്കും. എന്തുകൊണ്ടായിരിക്കും? കാരണം ഏറ്റവും നന്നായിട്ട് ഈ വിഷയം അറിഞ്ഞിട്ടും നിൻ്റെ കൂടെ ജീവിക്കുന്ന നിൻ്റെ സുഹൃത്തിന് നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല വെച്ചാൽ നീ ലോകത്തിന് ഗുണകരമല്ല. അതുകൊണ്ട് ആദ്യ അടി നമുക്ക് തരും.
മൂന്നാമത്തെന്ന് വെച്ചാൽ പാഠ്യപദ്ധതിയുടെ മെയിൻ റൂട്ട് എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് അറിയുന്ന വിഷയം മറ്റൊരാൾക്ക് കമ്പയർ ചെയ്യില്ല. ഇപ്പോൾ വിശേഷമായിട്ട് നമുക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ ഗുരുനാഥൻ ഇപ്പോൾ ദേവതാ സമ്പ്രദായത്തിലൊക്കെ ഓരോരുത്തർക്കും ഓരോ തലത്തിലാണ് പഠിപ്പിച്ചു കൊടുക്കുക. എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അനുഭവം നിങ്ങളടുത്ത് പറയില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ എൻ്റെ അനുഭവം ആവണമെന്നില്ല പഠിച്ചു വരുമ്പോൾ നിങ്ങളുടെ അനുഭവം. അതുകൊണ്ട് പറയും നിൻ്റെ പേഴ്സണലായിട്ടുള്ള ഉപാസനാക്രമത്തിലെയും വ്യക്തിഗതമായ അനുഭവം എൻ്റെ അടുത്ത് മാത്രം പറയുക, ഇല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരൻ നിന്നെ പോലെ ആവാൻ ശ്രമിക്കും. അതിന് പകരം നിങ്ങൾ എന്നെ പോലെ ആവാനല്ല നോക്കേണ്ടത്, അവനായിട്ട് നിർത്തും. ഈ 13 പേരും 13 പേരാ, എന്നാൽ 1 for and all for one. അവനായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ വേറെ ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പഠിച്ചപ്പോൾ തന്നെ 12 വിഷയം ഞാൻ കഴിഞ്ഞു. എന്തുകൊണ്ടായിരിക്കും? എൻ്റെ സുഹൃത്തുക്കൾ 12 തരമാണ്, 12 തരത്തിലെ ചിന്ത. ഈ 12ഉം എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പഠിച്ചിറങ്ങുമ്പോൾ ഞാൻ 13 പേരായിട്ടാണ് പുറത്തേക്ക് വരുന്നത്. മനസ്സിലായോ? ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്ന നേരെ തിരിച്ചാൽ എൻ്റെ സുഹൃത്തിനെ കാണിക്കാതെ ഒളിപ്പിച്ച് വെച്ചിട്ടാണ് ഞാൻ പഠിക്കുക. ഫസ്റ്റ് ആവാനാണ് ചെയ്യുക. ഞാൻ അങ്ങനെയല്ല, ഞങ്ങൾ അങ്ങനെയല്ല പഠിപ്പിച്ച ഗുരുനാഥൻ. 13 പേര് ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. 13 വിഷയങ്ങൾ അറിയാം, പക്ഷെ ഒരു വിഷയത്തിൽ ഞാൻ ചാലഞ്ച് ചെയ്യും. അവൻ ആ വിഷയത്തിൽ ചാലഞ്ച് ചെയ്യും. 12 പേര് ഞങ്ങൾ ചുറ്റും നിൽക്കും. എല്ലാവർക്കും എല്ലാം അറിയാം, പക്ഷെ ലീഡ് ചെയ്യുന്നത് അവനായിരിക്കും, ആ പർട്ടിക്കുലർ വിഷയത്തിൽ അയാളായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ ക്ലാസ് എടുക്കാൻ പോകും. ഇപ്പോൾ ഹസലിലൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഞങ്ങൾ 5 പേരെ ക്ലാസ് എടുക്കാൻ പോയി. 5 ദിവസത്തെ ക്ലാസ്സിൽ ഞാൻ, ശരത്ചന്ദ്രസ്വാമി, ഉത്തം, ഇങ്ങനെയുള്ള 5 പേരാണ്. ഞാൻ വ്യാകരണത്തിന് ആദ്യം ക്ലാസ് എടുക്കുന്നത് പാലിയോഗ്രഫിയിലാണ്. ഉത്തമാണ്, ഇപ്പോൾ നോർത്ത് ഈസ്റ്റിലാണ്. അവൻ ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞങ്ങൾ അപ്പുറത്തും നിൽക്കും. 4 പേര്, 2 മൈക്ക് അപ്പുറത്തിരിക്കുന്നുണ്ടാവും. ക്ലാസ് എടുക്കുന്ന ഉത്തമായിരിക്കും. സംശയം വന്ന് വ്യാകരണത്തിൽ സംശയം വന്നിട്ടുണ്ടെങ്കിൽ ഉത്തം പറഞ്ഞതിന് ശേഷം കുറച്ചുകൂടി ക്ലാരിഫിക്കേഷൻ അതായത് മൈക്ക് ഓഫ് ചെയ്തിട്ട് കൃഷ്ണ ബെറ്റർ ദാൻ പി, വേഗം ഞാൻ ക്ലാസ്സിൽ കയറിയിട്ട് ആ ക്ലാസ്സിൻ്റെ ആ ഭാഗത്തെ ക്ലാരിഫൈ ആയിട്ട് വീണ്ടും വന്നിരിക്കും. ഇനി ഉത്തം ഏതെങ്കിലും ഒരു വിഷയത്തിൽ മിസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉത്തം 1 മിനിറ്റ് എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ആരെങ്കിലും കയറിയിട്ട് ആ വിഷയം കൂടെ ക്ലാരിഫൈ ആയിട്ട് തിരിച്ചിറങ്ങും. ഈ 5 പേരുടെ ഞങ്ങൾക്കുള്ള ഈഗോവിനെക്കാട്ടിലും ഉപരി ഞങ്ങൾ 5 പേര് വന്നിരിക്കുന്നത് മുമ്പിലുള്ള കുട്ടികളുടെ പഠനത്തിനാണ്. ആ ടൈം വാല്യൂ ആണ് നമ്മളുടെ ഇത്. അപ്പോൾ 5 പേർക്കും 5 സബ്ജക്റ്റ് ഉണ്ട് അവനവൻ്റെ, ഒപ്പം തന്നെ മൾട്ടി ലെയർ സബ്ജക്റ്റ്. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എല്ലാ സബ്ജക്റ്റും എനിക്കറിയാം, എനിക്ക് ലീഡ് ചെയ്യാനുള്ള എൻ്റെ സബ്ജക്റ്റും ഉണ്ട്. ഞാൻ നിങ്ങൾ ക്രോസ് ചെയ്യില്ല. ഇനി ഒന്ന് സങ്കല്പിച്ച് നോക്കൂ, 40 കുട്ടികൾ പഠിക്കുന്നു. ആ 40 കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തിരുന്നെങ്കിൽ ഒരു കുട്ടിയുടെ ബെനിഫിറ്റ് കിട്ടുകയും ചെയ്യും. ബാക്കിയുള്ള 40 പേരുടെ പോസിബിലിറ്റി ഓഫ് തിങ്കിങ് ഡിഫറെൻ്റ് ആയിരിക്കും. 40 ആംഗിൾ പഠിച്ചിട്ടിറങ്ങാം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒറ്റയ്ക്കിരുന്ന് പഠിക്കാനാണ് പറയുക. ഫസ്റ്റ് കിട്ടണം. ഇവിടെ ഫസ്റ്റ് അല്ല പ്രമാണം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ മൾട്ടി ഡിസിപ്ലിനറിയിലാണ്. ഞാൻ വ്യാകരണ വിദ്യാർത്ഥിയായിരിക്കെ എനിക്കിത് കിട്ടിയത് എൻ്റെ ഈ എൻ്റെ സുഹൃത്തുക്കളാണ്. ശരിക്കും ഞാൻ ജയിച്ചത് ആര് വെച്ചിട്ടായിരിക്കും? എൻ്റെ സുഹൃത്തുക്കളാണ്. ഇന്ന് സുഹൃത്തുക്കളില്ല. ഈ സുഹൃത്തുക്കൾ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾ ജയിച്ചു. അമ്മമാർ മാത്രമല്ല സുഹൃത്തുക്കൾ, നമ്മളുടെ കൂടെയുള്ളവരാണ്. നമ്മളറിയുന്ന, നമ്മളുടെ കൂടെ നടക്കുന്ന, നമ്മളുടെ എല്ലാ കുറവുകളും മനസ്സിലാക്കിക്കൊണ്ട് കൂടെ നടക്കുന്ന സുഹൃത്തുക്കളാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പഠിപ്പിക്കാൻ പറ്റുക. ഇതിനെ റീട്രാക്ക് ചെയ്താൽ കളി ജയിച്ചു. ഇത് വളരെ ടെംപ്റ്റിംഗ് ആയി കൊതിപ്പിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ളൊരു നോളജ് ട്രാൻസ്ഫർ മോഡലാണ്. അതെ, ഇത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് എത്രത്തോളം സാധ്യമാണ്? നമുക്കൊരു ലൈവ് മോഡൽ ടീച്ചേഴ്സ് ഇപ്പോൾ ഞാൻ സത്യസന്ധമായിട്ട് അറിയാം, എനിക്ക് കലയൊന്നും അറിയുണ്ടാവില്ല, പക്ഷെ ലീഡ് ചെയ്യാൻ എനിക്ക് പറ്റും. ഒച്ച ഭയങ്കരമായിട്ടുള്ള ബാസാണ്, ലീഡ് ചെയ്യാൻ പറ്റും. ഓരോ വിദ്യാർത്ഥികൾക്കും അവനവൻ്റെ ഒരു പർട്ടിക്കുലർ ഇതുണ്ടാവും. ആ സാധനം ട്രാക്ക് ചെയ്യാനാണ് ഗുരുനാഥന്മാരുടെ കഴിവ്. എല്ലാവർക്കും എല്ലാം പറ്റില്ല. എന്നിട്ട് പരസ്പരം അലൈൻ ചെയ്യാം. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ക്ലാസ് എടുക്കുന്ന സമയത്ത് ഒരു കുട്ടി ഇതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ ആക്ഷൻസ് ഭയങ്കര ഇതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, പൊന്നു ടീച്ചറെ, PT ഒക്കെ നടക്കില്ലേ, ആ സമയത്ത് അവനൊന്ന് മുമ്പിലേക്ക് ഇട്ട് നോക്കുമെന്ന് പറഞ്ഞു. അവന് ലീഡ് ചെയ്യാൻ നന്നായിട്ട് അറിയാം, കളിക്കാൻ നന്നായിട്ട് അറിയാം, എങ്ങനെ കളിക്കണം നന്നായിട്ട് അറിയാം. അപ്പോൾ ഞാനെടുത്തിരുന്നു എനിക്ക് കളിക്കാൻ നന്നായിട്ട് അറിയാമല്ലോ. അപ്പോൾ എങ്ങനെ കളിച്ചത്? ഇപ്പോൾ ഞാൻ കടപ്പുറത്ത് കളിക്കുമായിരുന്നു. അവൻ്റെ കടപ്പുറത്ത് മണ്ണിൽ കളിച്ചവനാ. അപ്പോൾ ആ കടപ്പുറത്ത് മണ്ണിൽ ബാലൻസ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന ഒരുത്തന് ഇപ്പുറത്തെ സൈഡിൽ ഫുട്ബോൾ കൊടുത്താൽ അവന് നന്നായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു ഇവരൊന്ന് അങ്ങോട്ടേക്ക് ആക്കാൻ പറഞ്ഞു. അവന് ഭയങ്കര സന്തോഷമായി. ക്ലാസ്സിൽ ചിലപ്പോൾ ഫസ്റ്റ് ആവില്ല, എല്ലാവർക്കും 99.99 എഴുതാൻ പറ്റില്ല. ഇപ്പോൾ ഇത്രയൊക്കെ പറയുന്നത് എനിക്ക് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ പറ്റുമായിരിക്കും, കാരണം മെത്തഡോളജി അറിയാവുന്നതുകൊണ്ട്. പക്ഷേ ഒരു സാധാരണ കുട്ടിയെ സംബന്ധിച്ചും പറ്റില്ല. പക്ഷേ അവന് പറ്റുന്നൊരു സ്ഥലത്തേക്ക് അവനാക്കിയാൽ കളി ജയിച്ചു. അപ്പോൾ ഓരോ ഗുരുനാഥനും മനസ്സിലാക്കേണ്ടത് 40 വിദ്യാർത്ഥികൾക്ക് 40 പോയിന്റ് ഓഫ് വ്യൂ ലീഡർഷിപ്പ് ഉണ്ടാവും. അവൻ്റെ ആ ലീഡർഷിപ്പ് കണ്ടുപിടിക്കലാണ് കളി. ഇത് പറ്റിയാൽ കളി ജയിച്ചു. ഒരു ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാനിപ്പോൾ നോക്കൂ, ഇന്ന് രാവിലെ ഞാൻ ശ്രീലക്ഷ്മി അടുത്ത് പറഞ്ഞത് ഞാൻ പഠിപ്പിച്ച ബാഹുലയാഷ്ടകം അടുത്ത പ്രാവശ്യം നിങ്ങൾ ക്ലാസ് എടുക്കൂ എന്നാണ്. എല്ലാവർക്കും പറ്റില്ല. ഒരാൾ പറഞ്ഞു ഞാൻ
കണക്ട് ചെയ്ത് തരാം, എങ്ങനെ യോജിപ്പിക്കാം എന്നുള്ള എനിക്ക് പറ്റും. ഇങ്ങനെ പറഞ്ഞത്. കാരണം അവന് ക്ലാസ് എടുക്കാൻ പറ്റില്ല, പക്ഷേ അവന് കോർഡിനേറ്റ് ചെയ്യാം. ഓരോരുത്തർക്കും ഓരോ കഴിവാണ്, അത് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ അടുത്ത ക്ലാസ് എനിക്ക് കിട്ടണമെന്ന് വിചാരിക്കാതിരിക്കുക. ഗുരുനാഥൻ മുമ്പിലുള്ള കുട്ടികളെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ പഠിപ്പിക്കുക. നമ്മളെപ്പോലെ മറ്റൊരാളാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. കൃത്യമല്ലേ? ഇത് ഗുരുനാഥൻ മനസ്സിലായാൽ കളി ജയിച്ചു.